ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നിലുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ മാമാനത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോകുവാണ്. കൂടാണ്ട് നിലുവിന് ഡ്രസ്സ് എടുക്കണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. വലിയ പരിപാടിയൊന്നുമില്ല, ചെറുതായിട്ടൊരു പരിപാടി. അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് പരിപാടിയൊന്നും നമ്മൾ ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിപൊളി ആക്കിന്, അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നുമില്ല. നിലുവിന് പനി വന്നു, വയ്യ, സുഖമില്ലാത്തത് കൊണ്ടും കൂടാണ്ട് എനിക്കും വയ്യ. അങ്ങനെ ഇതാ നമ്മൾ മാമാനത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. രാവിലെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. സമയം ഇപ്പം 11 മണിയെല്ലാം ആവാനായിട്ടുണ്ട്, 10:30 കഴിഞ്ഞു. അങ്ങനെ ഇത് നമ്മൾ മാമാനത്ത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോയ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഒരുപാട് തീർത്ഥാടകരെത്തുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടാൽ തന്നെ അറിയാം, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയത് തന്നെ ക്യൂ നിന്നിട്ടാണ് കയറിയത്. അതുകൊണ്ട് അവിടെ നേർച്ചക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ഒന്നും ക്യൂ നിന്നിട്ട് പിന്നെ ലേറ്റ് ആവില്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ വേദന പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങീന്. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം നല്ലോണം വിശക്കുന്നുണ്ടായിന്. കൂടാണ്ട് നിലു ബിന്ദാരി എന്ന് പറഞ്ഞാൽ അവൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബിന്ദാരി എന്താ കഴിക്കാൻ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിന്ദാരി എന്നേ പറയുള്ളൂ. അപ്പം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഏച്ചീൻ്റെ മോനുണ്ട് ഇവിടെ. ഊതി വീർപ്പിച്ചല്ല, എന്നാ അതിൻ്റെ പേരെടാ, ഈ സാധനത്തിൻ്റെ പേരെന്താ? ഇതാണ് പെങ്ങളെ മോൻ. പക്ഷേ അവൻ മോൻ കാണിക്കില്ല, അവന് ഇഷ്ടമല്ല, ഇതെല്ലാം ഹറാമാണ് യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നതല്ലോ. ബലൂണെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. നല്ല മഴക്കാറ് വരുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ച സാധനത്തിലൊന്ന് മിസ്സിങ് ആണ്. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഹാങ് ചെയ്യുന്ന ആ സാധനം നമ്മൾ വാങ്ങിച്ചതാണ്, പക്ഷേങ്കിൽ അത് മറന്നുപോയി. അല്ല, ഏച്ചീൻ്റെ അടുത്ത് വരുമ്പം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡെലിക്ക, ഇരിട്ടിയിൽ ഡെലിക്ക എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പം ഡെലിക്കയിൽ നിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏച്ചി വരുമ്പം കൊണ്ടുവരും കേക്ക്. ബാക്കി പരിപാടിയെല്ലാം ഇനി ചെയ്യണം. അങ്ങനെ നിധിഷാട്ടിൻ്റെ സിസ്റ്റേഴ്സെല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചേച്ചിയുണ്ട്. അവരല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള പരിപാടിയൊന്നും നമ്മൾ ഇപ്രാവശ്യം ആക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിപൊളി ആക്കിയത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും വിളിച്ചിട്ടോ ആരുമില്ല, നമ്മൾ മാത്രം സെലിബ്രേറ്റ് ചെയ്തതാണിത്. നിലു, ആരുടെ ബർത്ത്ഡേ ഇന്ന്? അങ്ങനെ നമ്മൾ ബിരിയാണിയെല്ലാം കഴിച്ച്, ബിരിയാണിയും പായസമെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ചു. നമ്മളിതാ ഉണ്ണിച്ചേട്ടായിനെയും നമ്മളെ ചേച്ചി ഉണ്ടായിട്ടില്ലേ, അവരെയും കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. ചരളിൽ അവർ താമസിക്കുന്ന. അപ്പം ഇതാ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നിലു ഇതാ കിടന്നുറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:20.
അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ സി.